ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സത്യവിശ്വാസിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ಜೀವನದ ಎಲ್ಲಾ ಭಾಗದಲ್ಲೂ ಅಲ್ಲಾಹುರೇ ಸೂಕ್ಷ್ಮಿಟ್ಟು ಜೀವನಾಕನು ಚೊಂತು ಸ್ವಂತ ನಫ್ಸರ ಮರ್ಕಂಟ ಓರೋತಟ್ಟಿಗೆ ಉಪದೇಶ ಹಾಕಿಂಟುಲ್ಲ, ವಸಿಯತ್ ಹಾಕಿಂಟುಲ್ಲ. ಜೀವನದ ಎಲ್ಲಾ ಘಟ್ಟದಲ್ಲೂ ಅಲ್ಲಾಹುರೇ ಸೂಕ್ಷ್ಮಿಟ್ಟು ಜೀವನಾಕ್ರೆ ತಕು ಉಲ್ಲಂಗಾಯ್ತು ಜೀವನಕ್ಕೂ ಅಲ್ಲಾಹು ನಂಗೆಲ್ಲರಿಗೂ ತೌಫೀಕ್ ತಂತು ಅನುಗ್ರಹಿಕಟ್ಟು. പിർസത്തെ സത്യവിശ്വാസിമാരെ, പരിശുദ്ധമായ റമളാൻ തിങ്കളിലെ എത്തിക്കിറങ്ങ് ഉള്ളത് എന്റെ പോനാലാമത്തെ നോമ്പ് എത്തിക്കിറങ്ങ് എല്ലാവരും അനുഷ്ഠിച്ചോണ്ടുള്ളത്. ഈ റമളാൻ തിങ്കള് ഫജ്റിനെ പിടിച്ചിട്ട് മഗ്രിബ് തോലു തിന്നാൻറ്റെ കുടിക്കാൻറ്റെ അതേപോലെ പല ഹലാലായ കാര്യത്തിൽ നിന്നും ബുട്ടുനിന്നിട്ട് ഈ ഇത്ര നല്ല ചൂടും പ്രയാസത്തെ സഹിച്ചിട്ടും ഈ ഇബാദത്തിനെ ഞങ്ങൾ അനുഷ്ഠിക്കര് എന്തൊക്കെ ചൊന്നെങ്കിൽ ഞങ്ങൾക്ക് മരണാനന്തര ഒരു ജീവന ഉണ്ട് ചൊന്തല്ലേ ഒരു ഉദ്ദേശ എത്തിക്കൽ. മരിച്ചതിൽ പിന്നെ പാടെ ഒരു ജീവന ഞങ്ങളെ മുന്നിൽ കടന്നു പണ്ട് ചൊല്ലല്ലേ ഒരു യാഥാർത്ഥ്യമായിത്തിക്കരുത്. അതുകൊണ്ട് കൃത്യമായിട്ട് 5 വക്ത് നിസ്കാരം അതേപോലത്തെ ഇബാദത്തുകളെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കൊണ്ടു നടക്കണം. ഇതൊക്കെ ഉത്തര ഒന്നേറ്റിക്കറ് മരണാനന്തര ജീവിതം. കാരണം അതൈത്തിക്കറ് ഒരു മനുഷ്യന്റെ നന്മയുടെ തെരുക്ക് കൊണ്ടുവണ്ടത്. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തേക്ക് നുബുവത്തുമായിട്ട് കടന്നു വരുമ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തില് 3 വിഷയത്തിലേറ്റിക്കറ് ചർച്ചയാക്കിയത്. അതിൽ ഒരു വിഷയത്തിക്കറ് പരലോകത്തെ സംബന്ധിച്ചിട്ടുള്ള വിഷയ, ആഖിറത്തെ സംബന്ധിച്ച വിഷയ. കാരണം വിശുദ്ധ ഖുർആനില് ചെറിയ ചെറിയ സൂറത്തുങ്ങ ഇറങ്ങിയത് മക്കീയമായിട്ടുള്ള സൂറത്തിനങ്ങ് നോക്കപ്പോയിട്ടെങ്കിൽ അതിൽ ആറ് അള്ളാഹു ചർച്ചയാക്കറ് ഫീഹ ദിക്റുൽ ജന്നത്തി വന്നാർ, നരകസ്വർഗത്തെ വിഷയത്തിലേറ്റിക്കറ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ തൗഹീദ് ആൽമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുമ്പോ അതേപോലെ അവിടെ ചമ്മത്തെ ആൽമാർ, ആ മുശ്രിക്കീങ്ങളിൽ പെട്ട ബഹുഭൂരി ആൽമാർ പരലോകത്തെ കലിയാക്കിക്കൊണ്ടിരുന്നോർ, ആഖിറത്തെ കലിയാക്കിക്കൊണ്ടിരുന്നോർ. അത് വിശുദ്ധ ഖുർആനിൽ പല മോത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തെ ഞങ്ങൾക്ക് പഠിപ്പാട്ടല്ല. എന്നെങ്കിലും ഒരു സത്യവിശ്വാസി, അതേപോലെ ഒരു മുത്തഖ്, അതേപോലെ ഒരു മുഹ്സിൻ, ഒരു മനുഷ്യന്റെ ഈമാന്റെ ഗ്രേഡ് എത്തിക്കറ അള്ളാഹു ദുനിയാവിൽ കൊടുക്കറേ. ഒരുത്ത മുഅ്മിനാവുട, മുത്തഖാവുട, മുഹ്സിനാവുട. ഈ 3 വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല
വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തരുമ്പോ അള്ളാഹു അങ്ങനെ ക്വാളിറ്റി എന്തൊന്ന് പഠിപ്പാട്ടി തരുമ്പോ ആ ആയത്തിൽ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാൻ ചൊല്ലേ വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അങ്ങ് പരലോകത്തെ മേല് കാൽ വിശ്വാസ ബേക്കറങ്ങട്ടല്ല, ദൃഢമായിട്ടുള്ള വിശ്വാസ ബേക്കറങ്ങായിട്ടിരിക്കണം. നിങ്ങൾ നോക്കൂ, സൂറത്ത് മുഹ്സിനാർ ചൊന്തു അള്ളാഹു സുബ്ഹാൻ തആല വിശുദ്ധ ഖുർആൻ പഠിപ്പാട്ടണ്ട. അലിഫ് ലാം മീം തിൽക ആയാത്തുൽ കിതാബിൽ ഹകീം ഹുദൻ വറഹ്മതൻ ലിൽ മുഹ്സിനീൻ അല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ആറൈറ്റിക്ര മുഹ്സിൻ അങ്ങനെ ക്വാളിറ്റി എന്തൈറ്റിക്ര അള്ളാഹു സുബ്ഹാൻ ചൊല്ലവിടെ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അങ്ക് പരലോകത്തെ മേലെ ദൃഢമായിട്ട് വിശ്വാസ ബേക്കറങ്ങായിട്ടിരിക്കണം. തീന്തില്ല മുത്തഖ് ആര് ചൊന്ത് അള്ളാഹു സുബ്ഹാൻ ചൊല്ലുമ്പോ സൂറത്ത് ബഖറത്ത് തുടക്കത്തെ അള്ളാഹു സുബ്ഹാൻ ചൊല്ലുമ്പോ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അങ്ങനെ അള്ളാഹു ചൊന്നോണ്ട് വരുമ്പോ അവിടെ അള്ളാഹു സുബ്ഹാൻ ചൊല്ലേ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അങ്ങും പരലോകത്തിന്മേൽ ദൃഢമായിട്ട് വിശ്വാസ ബേക്കറങ്ങ. അതേപോലെ അള്ളാഹു സുബ്ഹാൻ തആല മുഅ്മിനാർ ചൊന്ത് പലിപ്പാട്ട് തരുമ്പോ തൗസീൻ തിൽക ആയാത്തുൽ ഖുർആനി വ കിതാബിൻ മുബീൻ ഹുദൻ വ ബുശ്റാ ലിൽ മുഅ്മിനീൻ അല്ലദീന യുഖീമൂന സ്വലാത്ത വ യൂതൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അവിടെ അള്ളാഹു സുബ്ഹാൻ തആല മുഅ്മിനാർ ചൊന്ത് പടിപ്പാട്ട് തന്റെ അവിടെ അള്ളാഹു സുബ്ഹാൻ ചൊല്ലേ അങ്ങക്ക് പരലോകത്തെ മേൽ ദൃഢമായിട്ട് വിശ്വാസമില്ലാങ്ങായിട്ടിരിക്കണം. അപ്പൊ ഈ 3 ഗ്രേഡുള്ള ആൾമാർ അള്ളാഹു സുബ്ഹാൻ തആല പഠിപ്പാട്ടി തരുമ്പോ അവിടെ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്റേത് അങ്ങക്ക് പരലോകത്തെ മേൽ ദൃഢമായിട്ടുള്ള വിശ്വാസം. കാരണം ഒരു മനുഷ്യന്റെ ജീവിത പരിവർത്തനേറ്റിക്ക് ഈ വിശ്വാസ. ഒരു മനുഷ്യന്റെ അവന്റെ ജീവനത്തിലെ പരിവർത്തന കാണുണ്ടെങ്കിൽ അവനക്ക് പരലോകത്തെ മേൽ വിശ്വാസം വേണം, ആഖിറത്തെ മേൽ വിശ്വാസം വേണം. ആഖിറത്തെ മേൽ വിശ്വാസം ഇല്ലാത്ത മനുഷ്യന്റെ ജീവിതത്തില് ഒരു രൂപത്തിലുള്ള പരിവർത്തന കാണുക സാധ്യമല്ല. അതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ കാലഘട്ടത്തെ അങ്ങനെ ബദലാവനാക്കി വിശ്വാസം എത്തിക്കരുത് അല്ലെ. കള്ളു കുടിച്ചോണ്ടു വ്യഭിചരിച്ചോണ്ടു എത്ര തോൽ ചൊന്നിട്ടെങ്കിൽ ഒരു അറബിയുടെ വണ്ട ഇന്നൊരു അറബിയുടെ തോട്ടത്തിൽ കടന്നു പോയിട്ട് അവിടെ എന്തായെങ്കിൽ ആ വണ്ട തിന്നെ വർഷത്തോളം ചോരയിൽ കളിച്ചുകൂടിയുന്ന ആൾമാർ അല്ലെ, വ്യഭിചാരത്തിൽ ആറത്തിന്ന ആൾമാർ, കല്ലുകുടിയില് കൊസിപട്ടു ഇന്ന ആൾമാർ, ഇങ്ങനത്തുല്ലേ ഡാർക്ക് ഏജ് എല്ലാ ബെടുക്കണംತು എല്ലാ നംതുല്ലെ ചിമ്മ മുടിയറായി തിಂತது. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങlte ಬಂತು ನೀನು ಕಲ್ಲುಗುಡಿ ಬಿಡು, ನೀನು ವ್ಯಭಿಚಾರ ಬಿಡು. ಅದಲ್ಲ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಆಯಿಷ റളിയല്ലാഹു അൻഹ അത് പഠിപ്പാർത്തണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങലെ മുന്നോലു ലാ തസ്നി, നീ വ്യഭിചരിക്കണ്ട, വലാ തസ്റബുൽ ഖംറ, നീ കള്ളു കുടിക്കണ്ട. അങ്ങനെ ഒരു സമയം നബി സല്ലല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ അങ്ങlte ചൊന്നിട്ടിണ്ടെങ്കിൽ ഒർക്കത്തും അങ്ങ് വ്യഭിചാരത്തെയും കല്ലുകുടിയും അങ്ങ് ബുടല്ല ಅಂತ ഇട്ടിക്ക് ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലേ. പിന്നെ അങ്ങ് ഇത്തരത്തിലുള്ള ഈ വ്യഭിചാരത്തും ഈ കല്ലുകുടിയും ഇതെല്ലാം ബുടകുള്ള കാರಣ പരലോക വിശ്വാസം എത്തിക്കരുത്. മരണാനന്തര ഞങ്ങൾക്കൊരു ജീവനമുണ്ടോ, അവിടെ ഞങ്ങൾക്ക് ഈ ജീവനത്തെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ടുള്ള ചോദ്യത്തെ അള്ളാഹു ഞങ്ങൾക്ക് ചോദിക്കറ. അള്ളാഹുടെ പക്കലുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെ. അതുകൊണ്ട് ആ പരലോക വിശ്വാസ എത്തിക്കര് ജാഹിലിയത്തെ ബദലാവാനാക്കിയത്. ആഖിറത്തെ വിശ്വാസ എത്തിക്കര് അത്തരത്തിലുള്ള ബെടുക്കത്തരത്തിൽ നിന്ന് അങ്ങ് വിമുക്തരാവുകയുള്ള കാരണ അല്ലേ. നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വിശുദ്ധ ഖുർആനിലെ നബിത്തെ ചൊല്ലേ ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. നബിയെ നിങ്ങൾ ഉത്ബോധന കൊടുക്കോರು, നിങ്ങൾ ഉത്ബോധന കൊടുക്കുന്ന ആൾ മാത്രം ഇട്ടിക്കോರು. അടിച്ചമർത്തിട്ട അല്ലെങ്കിൽ പേടിപ്പാട്ടിട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അധികാരത്തെ ആശ കാട്ടിട്ട അല്ലെങ്കിൽ പൈസത്തെ ആശ കാട്ടിട്ട് അല്ല ഈ വിശ്വാസത്തിന് ആൾമാരെ വിളിക്കണത്. ബദലായിട്ട് അവന്റെ മനസ്സ് പരിവർത്തനാവും. ഒരു മനുഷ്യൻ ഈ പരലോകത്തെ മേൽ ദൃഢമായിട്ട് അവന് വിശ്വാസം വെക്കുന്ന അവന്റെ മനപരിവർത്തനാവും അല്ലെ. അല്ലാണ്ട് ഇതാ നീൻ ഇസ്ലാം ദീൻ കടന്നു ബാ, ഈ ഒരു വിശ്വാസത്ത് ബാ, നിക്ക് ഇത്ര പൈസനാ തന്റെ, ഇങ്ങനത്തെ അധികാര തന്റെ, ഇത്ര സമ്പത്ത് തന്റെ, അങ്ങനത്തെ ഒരു ഏർപ്പാടേ ഇസ്ലാമിലില്ല. അങ്ങനത്തെ ഒരു ഏർപ്പാട് ഇസ്ലാമില്ല. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, ഉത്ബോധന കൊടുക്കോರು. സ്വീകരിക്കണവൻ സ്വീകരിക്കറ, അല്ലാത്തവൻ തല്ലുകളില. എല്ലാരും സ്വീകരിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ ചൊന്നില്ലല്ലേ. എല്ലാ വിഷയം എല്ലാ നന്മയും എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ട് അള്ളാഹു എവിടെ ചൊന്നില്ല വിശുദ്ധ ഖുർആനിൽ. നന്മ ഉപകാരപ്പെടും ഈമാനുള്ള ആൾമാർക്ക്, പരലോകത്തെ മേൽ ദൃഢമായിട്ടുള്ള വിശ്വാസം ಬೇಕಿರ ആൾമാർക്ക് ಅಂಕ യാതൊരു രൂപത്തിലുള്ള ഉപദേശം കൊടുത്തെങ്കിൽ ಅಂಕ ഉപകരിക്കണ്ടായിട്ടിക്കര് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഞങ്ങൾക്ക് പഠിപ്പാത്തണ്ട്. അതുകൊണ്ട്
ഇസ്ലാം ഒരു മനുഷ്യന്റെ ചൊല്ലി ഈ വിശ്വാസം വയ്ക്കുന്ന അവന്റെ മനസ്സ് പരിവർത്തനമാവും. ബാഹ്യമായിട്ടുള്ള പരിവർത്തനം മാത്രമല്ല, അവന്റെ കൽബ് കൂടി അത് പരിവർത്തനം. കാരണം എന്ത് ചൊന്നിട്ടെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ ആൽമാർ ഇതിൽ നിന്ന് പരിഹാസ്യാക്കിയെന്നോರು ഇപ്പൊ ഉള്ളോರು ഈ ആൽമാർ അല്ലെ. ഈ ടോപ്പിക് ನಾನು ಇಂದು ಕೂಡ ಚೊಲ್ಲೋ ಕಾರಣ ಎಂದು ಚೊಂದಿಟ್ಟಾಂಗಿ ಇಂದು ನಂಗಲೆ വെല്ഞ്ഞോ ബണ്ടെ യുവ സമൂഹ ജനറേഷൻ അല്ലെ നാസ്തികവാദത്തിൽ കടന്നുപോയോണ്ടുണ്ട്. ഭാരി അപകടമായിട്ടിക്കറ്. ഈ ദുനിയാവിടെ പഠിച്ചവനോർത്ത ഇല്ല ചൊന്തു. കേരളത്തിൽ വാര ഇത്തരത്തിലുള്ള ആൾമാരെ ക്ലാസ്സുങ്ങ പ്രോഗ്രാമുങ്ങ ഞങ്ങൾ യൂട്യൂബിൽ കാണ്ട നടന്നുകൊണ്ടുണ്ടു. എന്തേ ആൾമാരെ ഈ ഒരു വിശ്വാസത്തിൽ വിളിച്ചോണ്ടുള്ളൂ. ആരുമില്ല ഇത് പഠിച്ചവൻ ചൊന്തു. ഇದ್ರ സൃഷ്ടിയാക്കിയവനില്ല. മരണാനന്തര ഒരു ജീവിത ഇല്ല. ചൊന്തുല്ലെ വാദങ്ങ അതേപോലെ സ്കൂളിലെ കോളേജിലെ ക്യാമ്പസിലൂടെ ഇത്തരത്തിലുള്ള ആൾമാർ കടന്നുപോയിട്ടുള്ളൂ. ഞങ്ങളെ മക്കളെ തലയുടെ അങ്ങനെ ബ്രെയിന്റെ വാഷാക്കിയിട്ടുള്ളൂ. ഇങ്ങനത്തെ ഒരു വിശ്വാസം ഇല്ല. എത്ര ബാലക്കാർമാർ നോക്കോറു ഞങ്ങളെ മൈക്കാലത്തിലെ കാണോകിട്ട് ഈ ഒരു വിശ്വാസം ഇല്ലാത്ത ആൾമാർ. കാരണം ഇപ്പത്തെ ബില്ലായിന്റെ പണ്ടേ യുവ സമൂഹത്തെ ജനറേഷനുക്ക് എൻജോയ്മെന്റ് വേണു. അപ്പൊ ഈ ദീൻ അനുസരിച്ച് ജീവിച്ചെങ്കിൽ ഒരു എൻജോയ്മെന്റ് അങ്ങ് കിട്ടില്ല. അതുകൊണ്ട് ആ സമയത്തിൽ കൃത്യമായ സമയത്തിൽ അത്തരത്തുല്യ ആൾമാരെ അത്തരത്തുല്യ യുവ സമൂഹത്തെ കണ്ടുപിടിച്ചിട്ട് ഇത്തരത്തുല്യ നാസ്തികവാദത്തെ നിരീശ്വരവാദത്തെ ആൾമാർ അങ്ങനെ പിടിച്ചിട്ട് എന്താക്കിയിട്ടുള്ളൂ ഈ തപ്പു തെരുക്ക് എടുത്തുപോയിട്ടുള്ളൂ. വലിയ അപകടമായ ഒരു തെരുക്ക് അങ്ങ് എടുത്തുപോയിട്ടുള്ളൂ. അതുകൊണ്ട് ഒന്നാമത് ചൊല്ലുള്ളത് ഞങ്ങ എപ്പോഴും പ്രാർത്ഥിക്കണം മരിക്കുന്നോടത്തോളം ഈ നേരായ മാർഗത്തിൽ അല്ലാഹുവിനെ ജീവിപ്പിക്കാൻ ചൊന്നത്. ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ മക്കളും ആ മാർഗത്തിൽ ഉറപ്പിച്ച് നിപ്പാട്ടോ ഞങ്ങൾക്ക് സാധിക്കും. അതുക്കുള്ള പ്രയത്നങ്ങ തർബിയത്തുങ്ങ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കണം. ഞങ്ങൾ ഔത്തുല് കൊടുത്തോണ്ടിരിക്കണം. കാരണം ഇപ്പൊ ഇങ്ങനെ ഇന്ന് നെക്സ്റ്റ് ബണ്ട കാലം എത്ര വലിയ അപകടമായിട്ടേക്ക് ചൊന്ന് ഞങ്ങൾ ചിന്തനാക്കണം സഹോദരന്മാരെ. അത്ര വലിയ അപകടത്തെ ഒരു അവസ്ഥ എത്തിക്കരുത്. അത്ര ഭാരി ഡേഞ്ചറായ ഒരു വിഷയം എത്തിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോക വിശ്വാസമുണ്ട്. ഞങ്ങൾ മരിച്ചുപോയാൽ പിന്നെ ഞങ്ങൾക്കൊരു പാടെ ജീവിതം ഉണ്ടുണ്ട്. അള്ളാന്റെ റസൂൽ അങ്ങനത്തേക്ക് ചൊല്ലുമ്പോ അങ്ങ് തമാസാക്കിയൊരു ഖുർആൻ അഭിഷേകപ്പെട്ടിട്ടുണ്ട്. ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊസീൻ. അല്ലേ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കി ഞങ്ങൾ ചൊല്ലും ഭയങ്കരമായിട്ട് മുഹമ്മദ് നീ ഭയങ്കരമായിട്ടുള്ള ഫലക്കൈത്തിക്ക് ചൊല്ലേ ഞങ്ങ ഇവിടെ ജീവിക്കിற ഇവിടെ മരിക്കിற തീന്ത് ഇന്നൊരു പുനരുത്ഥാനം ഞങ്ങൾക്ക് ഇല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി തങ്ങ ചൊന്നോറ് ഒരു തമാശരെ പോലെ ഒരു പരിഹാസ്യത്തെ പോലെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നി ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊസീൻ. അല്ലേ ഈ ദുനിയാവുടെ ജീവിത ചൊന്നെങ്കിൽ ഇവിടെ ജീവിക്കിற മരിക്കിற അത്തരെ വേറെ ഒരു പുനരുത്ഥാനം ഇല്ല. മരണാനന്തര ജീവിതം ഇല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും ഇത്തരത്തുല്യ ആൾമാർഗും അതേപോലെ ഇന്ന് ഖിയാമത്ത് തോൽ ബണ്ട ആൾമാർഗും അതേ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു തആല പരലോക ഉണ്ടു ചൊന്തു കാലി ചൊന്നിട്ടില്ല ഉദാഹരണങ്ങളെ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചൊന്ന. അല്ലാഹു അതേയല്ലേ വിശുദ്ധ ഖുർആനില് പലമൂത്തല്ല നിങ്ങെന്ത് ചിന്തിക്കില്ലേ നിങ്ങെന്ത് ആലോചനാക്കില്ലേ അല്ലാഹു സുബ്ഹാനഹു തആല പലമൂത്ത് കേക്കറ. അപ്പ ഈ പരലോകത്തെ മേൽ വിശ്വാಸ ಬೇಕು ചൊല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു തആല കാലി പരലോകത്തെ മേൽ നിങ്ങൾ വിശ്വാಸ ಬೇಕು ಅಂತಲ್ಲ ചൊന്നല്ല. അത് ചൊല്ലുമ്പോ പല നംതുല്യ ഉദാഹരണ മനുഷ്യൻ ചിന്തിക്കുകയായിട്ട് പല നംതുല്യ ഉദാഹരണത്തെ അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ നമുക്ക് പഠിപ്പാടുത്തണ്ട. നോക്കൂ വിശുദ്ധ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു ചൊല്ല വതറൽ അർള ഹാമിദ فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. അല്ലെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കിട്ട് ഇങ്ങനത്തെ ഒരു ജീവിതം ഇല്ല ചൊന്ന ആൾമാർ അതല്ല ഇന്ന് ഖിയാമത്ത് നാൾ തോൽ ബണ്ട ആൾമാർക്ക് അല്ലാഹു ഉത്തരമായി ചൊല്ലേ വതറൽ അർള ഹാമിദ ഫഇദാ അൻസൽനാ അലൈഹൽ മാ ഇഹ്തസത് വറബത് വഅൻബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. അല്ലാഹു ചൊല്ലേ നിങ്ങൾ ബറടായ ഭൂമിയെ നോക്കില്ലേ ഒരു വണങ്ങിയ ഭൂമിയെ നിങ്ങൾ നോക്കില്ലേ ആ ഭൂമി എങ്ങനുണ്ട് ചത്തുപോയിട്ടുണ്ടോ അതിർത്തുള്ള മേലുള്ള തയ്യങ്ങെല്ലാം ചത്തുപോയിട്ടുണ്ടോ വണങ്ങിയിട്ടുണ്ടോ അലക്ക് അഡ പോന്നിട്ടുണ്ടോ ആ ഭൂമിയെ ടോട്ടലായിട്ട് ചത്തുപോയിട്ടുണ്ടോ എന്ത് അല്ലാഹു സുബ്ഹാനഹു ചൊല്ല ഫൈദാ അൻസൽനാ അലൈഹൽ മാ ഇഹ്തസത് അല്ലാഹു ആകാശത്തിൽ മലയുടെ അറിയിക്കേണ്ടെങ്കിൽ ഇണ്ട് നീನು വണങ്ങിട്ടിന്ന ഭൂമി നോക്കുമ്പോ നാളെ നീ തിരിച്ചു പോയിട്ട് ആ ഭൂമിയെ നോക്കുമ്പോ നിക്ക് പച്ച പിടിച്ചിട്ട് നിൽക്കുന്നത് കാണോ കിട്ടൂ. ആ ഭൂമി ഹയാത്തായത് നിക്ക് കാണോ കിട്ടൂ.
അവിടെ അഡ്ഡപൂനെല്ല ചത്തുപോയ തയ്യല്ല നിക്ക് നേർ നിന്റെ പോലെ പച്ച പിടിച്ച പോലെ നിക്ക് കാണാൻ കിട്ടൂ. ഇതേപോലെ മനുഷ്യ നിന്റെ പാടുണ്ടെങ്കിൽ ഹയാത്താക്കുന്ന ചൊന്തു വിശുദ്ധ ഖുർആൻ. എങ്ങനെ ഭൂമി ചത്ത ഭൂമി ഉണ്ടെങ്കിൽ ഹയാത്താക്കിയമ്മ അതേപോലെ മനുഷ്യ നിന്റെ നാന് ഹയാത്താക്കിരാണ്ട് വിശുദ്ധ ഖുർആൻ. ഇവിടെ മാത്രല്ല എത്ര മോത്തു ധാരാളം മോത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ ഫൈദാ ഹുവ ഖസീമും മുബീൻ. അഹങ്കാരിയായ ധിക്കാരിയായ ചിന്തയും ബുദ്ധിയും ഉപയോഗാക്കാത്ത മനുഷ്യൻ അവൻ ചിന്തിക്കില്ലേ എന്തിൽ നിന്നായിട്ട് ഗ്രൗണ്ട് സൃഷ്ടിയാക്കിരി എന്തിൽ നിന്ന് ഇപ്പ അവർ കബറിൽ മുള്ളയും കൊണ്ട് ചൊല്ലകൂ. ഇതില്ലാത്ത കാലത്ത് അന്നാ ഖലഖനാഹു മിൻ നുത്ഫ ഒരു തെറിച്ചിപ്പോണ്ട ഒരു ദ്രവ്യത്തിൽ നിന്ന് മനുഷ്യനാ നിന്റെ സൃഷ്ടിയാക്കിയത്. ഇതിന് നീ ചിന്തിക്കില്ലേ എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലേ ഈ തെറിച്ചു പോണ്ട ദ്രവ്യത്തിൽ നിന്നായിട്ട് ഞാൻ നിന്റെ ഉണ്ടാക്കിയത് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ. എന്നിട്ട് മനുഷ്യൻ ആ അള്ളാഹുക്ക് ഒരു ഉദാഹരണം കൊടുക്കുക അല്ലെ. ആ ഉമ്മയുടെ ഗർഭാശയത്തില് തെറിച്ചു പോണ്ട ആ ദ്രവ്യ അതായത് ആ ഒരു നുത്ഫ എത്തിട്ട് അവിടെ പല ഘട്ടത്തിലും പല ഹന്തത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്റെ നിങ്ങളെ സൃഷ്ടി മനുഷ്യന്റെ സൃഷ്ടിയാക്കിട്ട് ഉമ്മയുടെ വയറ്റിൽ നിന്ന് പറത്തുകൊണ്ട് വന്ന് എന്നിട്ട് മനുഷ്യൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നടക്കൂ താക്കത്ത് എല്ലാം കൊടുത്തിട്ടായാൽ പിന്നെ അങ്ങനെ മനുഷ്യൻ തല്ല് വിവര കിട്ടിയാൽ പിന്നെ ബുദ്ധി ചിന്തിക്കുക ആലോചനാക്കുക സാധ്യയിൽ പിന്നെ ആ മനുഷ്യൻ അള്ളാഹു ഒരു ഉദാഹരണം കൊടുക്കുക. എന്തിനാ വളറബ ലനാ മസലൻ നസിയ ഖൽഖഹു ഖാല മൻ യുഹീൽ ഇദാമ വഹിയ റമീം. അതെ ആ മനുഷ്യൻ തന്റെ സൃഷ്ടി പ്രക്രിയയുടെ മറന്നുവിട്ട എങ്ങനായിട്ടിക്ക് ഞാൻ സൃഷ്ടിക്കൽപ്പെട്ടേ എങ്ങനായിട്ടിക്ക് ഞാൻ ഉണ്ടാക്കൽപ്പെട്ട ചൊന്തില്ല ആ വിഷയത്തെ പോലും അവൻ മറന്നിട്ട് സൃഷ്ടിയാക്കിയ അള്ളാഹുക അവന് ഉദാഹരണം കൊടുക്കുക. എന്തായിട്ടിക്കര് ആ ഉദാഹരണ ഞങ്ങളെ മുല്ലല്ല പൂലായാൽ പിന്നെ പാടം ഞങ്ങളെ പടുക്കിടവൻ കേക്കിടവൻ ആറ് കേക്കിടവನು നുത്തുഫത്തിൽ നിന്ന് ചോരരി കിറ്റായിട്ട് എരിച്ചിരി കിറ്റായിട്ട് അതിൽ നിന്ന് മുല്ലുണ്ടായിട്ട് എന്നിട്ട് അതിൽ നിന്ന് ഒരു സുന്ദരമായ സൃഷ്ടിയായിട്ട് ഉമ്മയുടെ ബൈത്തിൽ നിന്ന് പറുത്തു വന്ന് കൈ മുഷ്ടിപ്പിച്ച കൈയുമായിട്ട് മാത്രമേ ഉൾപ്പെടുക മാത്രമേ പൈക്കിട്ട് ചൊല്ലു സാധ്യമില്ലാത്ത ഒരു കാലഘട്ടം മനുഷ്യ കഴിഞ്ഞു പോയിട്ട് അങ്ങനത്തെ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ വിശുദ്ധ ഖുർആൻ പാടിരുമോത്ത് അല്ലാഹു സുബ്ഹാനഹു പഠിപ്പാട്ടണ്ട ഉമ്മയുടെ ബൈത്തിൽ നിന്ന് പറുത്തു വരവും ദുർബലാവസ്ഥയിൽ നിന്ന എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് കൂവത്ര കൊടുത്ത താക്കത്ര കൊടുത്ത ഈ താക്കത്ത് വരുമ്പോ ആ മനുഷ്യൻ തന്റെ റബ്ബുക്ക് അവന് പ്രശ്നം കേക്കര് എന്തായിട്ടേക്കര് ഞങ്ങള് മയ്യത്ത് കബറിൽ മണ്ണിൽ വെച്ചിട്ട് ശരീരെല്ലാം നശിച്ചു പോയാൽ പിന്നെ ഞങ്ങള് മുല്ലെല്ലാം പൂലായാൽ പിന്നെ പാടും ഞങ്ങളെ പടുക്കിടവൻ പ്രശ്നം വല്ലറബുല്ലന മസലൻ എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഐക്കുള്ള കൃത്യമായി ഉത്തരായിട്ട് ഖുൽ നബിയെ ചൊന്നോർക്കറു യുഹ്യി അല്ലദി അൻശാ അവ്വല മറത്തിൻ വഹുവ ബികുല്ലി ഖൽഖിൻ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റൈറ്റിക്ക് നിങ്ങളെ ആ നുത്ഫത്തിൽ നിന്ന് സൃഷ്ടിയാക്കിയവൻ ആ റൈറ്റിക്ക് നിങ്ങളെ ഒന്നാമത്തെ സൃഷ്ടിയാക്കിയവൻ അവനായിട്ടിക്കറ പാടും നിങ്ങൾ സൃഷ്ടിയാക്കണം. അതല്ലേ ചൊന്നേ ഉമ്മയുടെ വയറ്റിൽ അപ്പൊ എന്തില്ല ചൊല്ലു ഒരു തെറിച്ചു പോണ്ട ഒരു ഇത്തരം ഒരു ദ്രവ്യത്തിക്കര് ഇന്നത് അതിൽ നിന്ന് അല്ലാഹു നിങ്ങൾ സൃഷ്ടിയാക്ക ഇപ്പൊ ഒരു കബറിൽ ഒരു നോക്കിട്ടെങ്കിൽ നിങ്ങൾ മുള്ളു കാണാൻ കിട്ടൂ എന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പാടും നിങ്ങളെ പടുക്കൂ യാതൊരു പ്രയാസമില്ല യാതൊരു ബുദ്ധിമുട്ടില്ല യാതൊരു കഷ്ടപ്പാടില്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഉത്തര ചൊല്ല അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ സൂറത്ത് ഖിയാമത്തിലും അതേ രൂപത്തിലുള്ള ഉത്തരായിട്ട് അത്യത്ഭുതമായ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ ഏതൊരു ഖിയാമത്ത് നാൾ തങ്ങൾ നിഷേധിച്ചിട്ടുള്ളറ അത് തന്നെ സത്യ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ നീന് തപ്പാക്കിയെങ്കിൽ നിന്റെ തപ്പുകാരൻ ടാക്കരെ ആ ലവ്വാമ ചൊല്ലെ മനസ്സ് തന്നെ സത്യ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ മനുഷ്യൻ വിചാരിച്ചിരന അവന്റെ മുള്ളുടെ പാടുർക്കനങ്ങ് ജംആക്കില്ല കൂട്ടില്ല ചൊന്തു അവന്റെ റീഫോം ആക്കില്ല ചൊന്തു മനുഷ്യൻ എന്റെ വിചാരിച്ചിരന ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന അവന്റെ ബെറലച്ചിട്ട് ശരിയാക്കുക ശക്തരായങ്ങണങ്ങ പല ക്ലാസ്സിൽ ഞങ്ങൾ ഇത് കേട്ടിട്ട് പോയി വിഷയ അല്ലെ അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ അവന്റെ ബെറലച്ചിട്ട് ശരിയാക്കുക ശക്തരായങ്ങണങ്ങ ഇന്റെ ഞങ്ങൾ ഒരു ആധാർ കാർഡ് പോണ്ടെങ്ക അല്ലെങ്കിൽ വേറെ എന്താ ഗവൺമെന്റ് വിഷയത്തെ എന്താ പോണ്ടെങ്ക അവിടെ ഞങ്ങളെ തമ്പു ബൈപ്പാട്ടറോರು ഞങ്ങളെ ಹೆಬ್ಬೆಟ್ಟು ബൈപ്പാട്ടറോರು അല്ലെ എന്തുകൊണ്ടായിട്ട് അങ്ങനെ ബൈപ്പാട്ടറെ ഇത്ര ചെറിയ സ്പേസ് ഇത്ര ചെറിയ ജാഗല് നന്റെ പോലത്തെ ബെറലച്ച് ദുനിയാവിൽ ഒരു മനുഷ്യന്റെ ഇല്ലാണ്ടായിട്ട് അല്ലാഹു സുബ്ഹാനഹു പഠിപ്പാട്ടേണ്ടത്
അല്ല പഠിപ്പാടുത്തണ്ടേ നോക്കൊരു ഇത്രേ ചെറിയ ജാഗ ഇതിൽ എത്ര ഈ ലൈനല്ല കാണക്ക് അല്ലെ, സൂക്ഷ്മതോട് കൊണ്ട് നോക്കി എത്ര ലൈൻ കാണ്ട് എന്നിട്ടെങ്കിൽ എത്ര ചേഞ്ച് ആക്കിയെങ്കിൽ നോക്കൂ, എത്ര അല്ല ചേഞ്ച് ആക്കു എന്ന് അല്ല ചൊല്ലേ ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, ഇതിരെ ശരിയാക്കു ശക്തരായങ്ങനങ്ങ. എന്നിട്ട് പാടോർനിക്ക് ജീവിതത്തിന് ഒരു പ്രയാസം ഇല്ല ഇറങ്ങും അല്ലെ, ഒരു പ്രയാസം ഇല്ലാണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ ചൊന്നത്. പരലോക വിശ്വാസ ചൊല്ലും അള്ളാഹു സുബ്ഹാനഹു വ തആല ಅವನು ಉದಾಹರಣೆ ತನ್ನ ತೈಟಿಗೆ ಅಲ್ಲಾಹು ಚಿನ್ನಿಕೋಬೇನಾಯ್ತು, ಮನುಷ್ಯಗ ಆಲೋಚನಾಕೋಬೇನಾಯ್ತು ಉದಾಹರಣೆಗಳ ತನ್ನ ತೈಟಿಗೆ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತആല പരലോകത്തെ വിഷയത്തെ ഞങ്ങൾക്ക് പഠിപ്പാറ്റേണ്ടത്, ആഖിറത്തെ വിഷയത്തിൽ ഞങ്ങൾക്ക് പഠിപ്പാറ്റുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഒന്നാമത്തെ ഞങ്ങൾ മനസ്സിലാക്കണം, ഈ സന്ദർഭത്തില് ഇത്തരത്തിലുള്ള ആൾമാർ ഞങ്ങളെ മുത്ത കടന്നു വരുമ്പോ ഒരിക്കലും അങ്ങനെ പലക്കത്തെ ഞങ്ങൾ കേട്ടുപോണു തീരാ. ഖുർആൻ ചെന്നില്ലേ, ഖാലു സലാ ജാഹിലൂന ഖാലു സലാമ, ഇത്തരത്തിലുള്ള വിവരമില്ലാത്ത ആൾമാർ വന്നിട്ടെങ്കിൽ അങ്ങനെ പലക്കത്ത് കാതോർത്തി കേൾക്കറല്ല, ബദലായിട്ട് കേട്ടെ ഞങ്ങൾ ഈമാൻ തബ്ദീലായിട്ട് പോകും. അതുകൊണ്ട് അവിടെ നിന്ന് പിന്തിരിഞ്ഞു പറഞ്ഞു. അള്ളാഹു ഇല്ല ചൊല്ല നാസ്തികവാദത്തെ ആൾമാറും പരലോക ഇല്ല ചൊല്ല ആൾമാറും ഇത്തരത്തിലുള്ള ആൾമാരെ കൂടെ ഒരിക്കലും ഞങ്ങൾ കൂടിപ്പോണു തീരാ. ഞങ്ങളെ മക്കളെ വെള്ളിയായിട്ട് മക്കളെ ജാഗ്രത ആകണം. കാരണം നാളെ ഞങ്ങൾ മരിച്ചെങ്കിൽ ഞങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കോ ഞങ്ങളെ മക്ക ഉണ്ടാവില്ല. ഞങ്ങൾക്ക് മെയിനായിട്ട് കരഞ്ഞിട്ട് ഉൾപ്പെടെ പ്രാർത്ഥിക്കുന്ന പോലത്തെ മക്ക ഉണ്ടാവില്ല നാളെ ഞങ്ങൾക്ക്. അതുകൊണ്ടായിട്ട് സഹോദരന്മാരെ, ഈ കാര്യത്തെ ഭാരി പ്രത്യേകമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തില് ഭാരി സൂക്ഷ്മതയോടെ ഞങ്ങൾ ജാഗ്രത ആക്കും. പല നംതൊല്ലെ അള്ളാഹുടെ ദീന്റെ വിഷയത്തിൽ പല നംതൊല്ലെ വാദങ്ങൾ കടന്നു വന്നുകൊണ്ട് അതുകൊണ്ട് ഭാരി ജാഗ്രത ആക്കും. അതുകൊണ്ട് വിശ്വാസം വെച്ച ഞങ്ങൾക്ക് എന്താക്കുള്ളത്, പരലോകത്തെ മേൽ വിശ്വാസം വെച്ച ഞങ്ങളെ ജീവിതത്തെ ഞങ്ങൾ നന്നാക്കി എടുക്കണം. അതായിട്ട് ഈ റമലാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്നേ, ഒന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്നെ ഈ റമലാൻ തിങ്കൾ അല്ലെ